സർ, ഞാൻ തന്നെ പോകും സർ. സർ, അറസ്റ്റ് നടന്നോണ്ടാ സാറായി വിളിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു. നീങ്ങി. അതെ, കൊച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞു. ആ കൊടാലിയച്ചനില്ലേ, സഭയിൽ നിന്ന് പുറത്താക്കിയ റിബൽ ഫാദർ പുലിക്കോട്ടിൽ. ആ പുലി തന്നെ, പുലിയച്ചൻ. പട്ടയഭൂമി മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞ് അയാൾ ഗവൺമെന്റിനെതിരെ ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടാക്കുന്നത്. അവിടെ കയറി ആ പെങ്കൊച്ചിനെ ഒന്ന് പൊക്കിയാൽ കൊലപാതക കേസിലെ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് നാറ്റിക്കാം. അറസ്റ്റ് എന്നാ വൈകുന്നേ? അച്ഛൻ അവിടെ ലോക്കൽ സപ്പോർട്ട് ഭയങ്കര ആടാവി. സ്ഥലത്തിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് ചില പ്രിക്കോഷൻസ് എടുക്കണം. നാളെ ഉച്ചയോടുകൂടി അറസ്റ്റ് നടക്കും. എന്റെ പൊന്നു മോനെ DK, ഡിപ്പാർട്ട്മെന്റ് രഹസ്യ വെളിയിൽ പോലെ. അതെന്നാണ് അണ്ണൻ അങ്ങനെ പറയുന്നത്? അണ്ണൻ ഡിപ്പാർട്ട്മെന്റ്, എന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ്. ഒരു 2 എണ്ണം എടുപ്പേ. അബൂബക്കർ ഒരു വിവരം പറഞ്ഞു. ആനി വെളുപ്പിന് ഇവിടെ കുട്ടിക്കാനത്തിന്. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയ രാജഗോപാലൻ സംശയിക്കും. ആരാ? ദാവീദാന്ന് പറഞ്ഞാ മതി, അച്ഛനറിയാം. റവന്യൂ മന്ത്രി വരട്ടടോ. അയാൾ വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന്. ഏത് നമ്മൾ പറയുന്നതിൽ നേരെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം. ഏത് ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും. രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ തട്ടിപ്പ് നിരാഹാരമല്ല, അവിടെ കിടന്ന് ചാവാൻ തയ്യാറായി തന്നെ കിടക്കും. ഏത് എന്നാ നിങ്ങൾ ചെല്ല്. ഉച്ച കഴിഞ്ഞ് പ്രയർ ഹാളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. ഏത് എന്നാ വിട്ടോ. എന്നതാടാ ദാവീദേ, നീ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ? എവിടെയാ പൊട്ടിപ്പെണ്ണ്? വാ, അവക്ക് തന്നെ കഴപ്പായിരുന്നു. അവള് തന്നെ പറയും. വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട. പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ. എന്നാ പണിയാ മോളി കാണിച്ചേ? കരയല്ലേ, കരയല്ലേ? ഒരുത്തനെ കൊല്ലാൻ ധൈര്യം കാണിച്ചവളാന്നോ ഈ കിടന്ന് കാർന്നേ? കൂട്ടുകാരോട്ടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ? നിന്റെ ജീവിതം, നിന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖം, അതൊന്നും ഓർമ്മ വന്നില്ലേ നിനക്ക്? പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി അവൻ അർച്ചനെ അറിയുകയല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോ നടന്ന സത്യം മുഴുവൻ നിഷേധിച്ച് നുണ തന്നെ ഉറക്കം വിളിച്ച് പറയുന്നത് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. കൊല്ലം തന്നെ തീരുമാനിച്ചാ ഞാൻ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അർച്ചനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇച്ചായ അവനല്ല അവനെ കൊന്നത്. ആരാ? ഓ കുഞ്ഞ് മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. മെഡിക്കലില് പഠിക്കുന്ന. ചെല്ല് ചെല്ല്, ബെന്നി സാർ മുകളിലിരിപ്പുണ്ട്. നിനക്കറിയില്ല അല്ലടാ.
ഓടി രക്ഷപ്പെടാനേ എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ കൊന്നിട്ടില്ലെന്ന് ആരോട് പറയണമെന്നും അറിയില്ലായിരുന്നു. ഇവിടേക്ക് പോരാൻ തീരുമാനിച്ചു. അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കുക. എത്ര കാലം? പോലീസ് അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് അവരിവിടെ എത്തും. നിന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുക. കൂട്ടത്തിൽ അതിന്റെ പേരിൽ അച്ഛനെ ഒന്ന് അവമാനിക്കുക. മോളിൽ നിന്നുള്ള ഓർഡർ അതാ. അത് വേണ്ടിച്ചായ ഞാൻ സറണ്ടർ ആകാം. നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പോലീസിൽ പറയും. വിശ്വസിക്കുകയല്ല. തന്നെയല്ല, നീ തന്നെയാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ പോലീസിന് താല്പര്യമുണ്ട്. നീ അവിടെ ഉപേക്ഷിച്ച കത്തിയാ പ്രധാന തെളിവ്. അതിൽ ബെന്നിപ്പോളിന്റെ രക്തക്കര കണ്ടതായിട്ട് എഫ്ഐആറിലുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? അവര് തീരുമാനിച്ചു കഴിഞ്ഞു പ്രതിയെ. നിക്കട്ടെ, ഇപ്പൊ ചെന്ന് ചാടി കൊടുക്കണ്ട. അച്ചോ, ഞാൻ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോവാ. കുറച്ചുനാൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കട്ടെ. ഇവളല്ല കൊന്നതെന്നുള്ള സത്യം തെളിയണം ദാവിദേ. തെളിയണം. തെളിയിച്ചേ മതിയാവും. ചിരസെരിയുന്നൊരു നേരം ഓടിത്തളരും കലമാൻ കുഞ്ഞിൻ തേങ്ങൽ മേഘപരാഗം കനിവായുതിരും മുന്നേ കൂടുവെടിഞ്ഞകലുന്ന മനസ്സു പിടഞ്ഞ് മുൾമുടിയും ചൂടിയണഞ്ഞോരോർമകളെ കാൽവരി കയറും മനസ്സുകളെ മുൾമുടിയും ചൂടിയണഞ്ഞോരോർമകളെ കാൽവരി കയറും മനസ്സുകളെ ഈ പെങ്കൊച്ചിനെ ഞാൻ എങ്ങാണ്ടോ കണ്ട് പരിചയമുണ്ടല്ലോ. അതിന് അമ്മാമ്മച്ചി കുവൈറ്റിൽ പോയിട്ടുണ്ടോ? ഈ കൊച്ചു ജനിച്ചെന്ന് നമ്മൾ നോക്കാം. അവിടെ ഇല്ലയോ? എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, ഈ കൊച്ചി ഇത് എവിടത്തെയാന്നാ? കരിമറ്റത്തെ. അവിടത്തെ റോസാമേലോ നമ്മുടെ പരുത്തിക്കാട്ട് ആൻഡോ ചായം കിട്ടിയിരിക്കുന്നേ. കരിമറ്റത്തെ പെമ്പിളെന്ന് വെച്ചാൽ ഏതാണ്ടല്ല ഇതുപോലെ ഇരിക്കും. ഈ കണ്ണും മുഖവും ഇതേപോലെ ഇരിക്കുന്ന എത്ര എണ്ണം അവിടെ നിൽക്കുന്നതെന്നറിയാവോ? അമ്മാമ്മച്ചി വന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേ. കൊച്ചിന്റെ തന്തയും തള്ളയും തമ്മി മുട്ടം വഴക്ക് നടക്കുക. ഇതിന്റെ അവകാശത്തെ ചൊല്ലി അടിയാ. ഇവിടെ അപ്പനൊരു പാവ. തള്ളയുടെ വീട്ടുകാര് കൊച്ചിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നുള്ള പേടിയിൽ അയാള് ഒരു 2-3 ദിവസം അരമനയിൽ തിരുമേനുമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന അത്ര സമയം ഇവിടെ നിർത്തിയാൽ മതി. ആരും ഒന്ന് ചോദിച്ചാലും കൊച്ചിവിടെയുള്ള കാര്യം പറഞ്ഞേക്കരുത് കേട്ടോ. അമ്മാമ്മച്ചി താണ്ടേ, പോലീസ് വന്ന് ചോദിച്ചാലും കൊച്ചു വിടില്ലെന്ന് പറയാവൂ. പോലീസോ? ആ, പോലീസിന്റെ വേഷമിട്ടൊക്കെ അവന്മാര് വരുവേ. പിന്നെ ഇങ്ങ് വരട്ടെ, ചൂരലെടുക്കും ഞാൻ. അപ്പൊ പറഞ്ഞ പോലെ ഞാനങ്ങ് ഇറങ്ങി വന്നേ. വാടാ. അല്ല, മഠത്തില് വന്ന അപ്പ് ഇഷ്ടം കഴിക്കാതെ എങ്ങനെയാ? അതൊരു പതിവാ. നിനക്ക് ഞാൻ പോണ വഴി മട്ടൻ ബിരിയാണി മേടിച്ചു തരാം. വല്ലേനക്കേട് ഉണ്ടായാ ഞാൻ വിളിക്കും. നീ സടേന്നിങ്ങ് വന്നേക്കാം. ആ, മഠത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ലാത്തതാ. വാ വച്ചേ. പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ. ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞേ. ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ, കൊടുവാളിൽ എന്നെ വെട്ടും. അതെനം കടുവായ. നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. ഞാൻ പൊക്കോട്ടെ. എന്നാ ചെന്നാട്ടെ.